Hello, welcome back to the practical session of Power BI. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ വളരെ വിശദമായിട്ട് എന്താണ് പവർ ബി ഐ എന്ന് പഠിച്ചില്ലേ? പവർ ബി ഐ ഈസ് എ ബിസിനസ് അനലിറ്റിക്കൽ സൊല്യൂഷൻ വിച്ച് ഹെൽപ്സ് ടു വിഷ്വലൈസ് അവർ ഡേറ്റ. നമ്മുടെ ഡേറ്റയെ വിഷ്വലൈസ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ബിസിനസ് അനലിറ്റിക്കൽ സൊല്യൂഷൻ ആണ് പവർ ബി ഐ. പവർ ബി ഐയിൽ എന്താണ് നടക്കുന്നത്? ഇറ്റ് പൂൾസ് ദ ഡേറ്റ ടുഗെദർ ആൻഡ് ഹെൽപ്സ് ബിൽഡ് ഇന്റലിജൻസ്. ഡേറ്റയെ ഒരു പൂളിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് പ്രോസസ് ചെയ്ത് ഇന്റലിജൻസ് ബിൽഡ് ചെയ്യുന്നു. പവർ ബി ഐ എന്ന ടൂൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ബിൽറ്റ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് എക്സൽ. എക്സലിന്റെ ഫൗണ്ടേഷനിലാണ് പവർ ബി ഐ ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. സോ മൈക്രോസോഫ്റ്റ് എക്സൽ അറിയാമെങ്കിൽ പവർ ബി ഐ മാനേജ് ചെയ്യാനായി വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് എക്സൽ അറിയത്തില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല, നമുക്ക് പവർ ബി ഐ തീർച്ചയായും പഠിക്കാൻ സാധിക്കും. സോ പവർ ബി ഐ 2 രീതിയിലാണ് വരുന്നത്. Power BI has 2 flavors, Power BI Desktop and Power BI Service. ഈ സെഷനിൽ ഞാൻ ഉപയോഗിക്കുന്നത് Power BI Desktop ആണ്. Power BI Desktop ഉപയോഗിച്ച് നമുക്ക് ഡാഷ്ബോർഡ്സും റിപ്പോർട്ട്സും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. Power BI Desktop ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാനായിട്ട് നമ്മുടെ സെഷൻ 2 വീഡിയോ റെഫർ ചെയ്യുക. പവർ ബി ഐ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ടാസ്ക് ബാറിലെ സെർച്ചിൽ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ പോപ്പപ്പ് ചെയ്യും. പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ കുറച്ച് സമയത്തിനുള്ളിൽ ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് റിക്കളക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? പവർ ബി ഐ എന്ന് പറയുന്നത് പല സോഴ്സുകളിൽ നിന്നുള്ള ഡേറ്റയെ നമ്മൾ ഒരു പൂളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഡേറ്റയെ ട്രാൻസ്ഫോം ചെയ്ത് ആ ഡേറ്റയിൽ നിന്ന് ഇന്റലിജൻസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണല്ലേ. അപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? നമുക്ക് ഡേറ്റ സോഴ്സസ് കോൺഫിഗർ ചെയ്ത് ആ ഡേറ്റയെ നമ്മൾ പവർ ബി ഐയിലേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഒരിക്കൽ ഡേറ്റ പവർ ബി ഐയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ബാക്കി ടൂൾ സപ്പോർട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. പവർ ബി ഐ ഡെസ്ക്ടോപ്പ് പ്രൊവൈഡ്സ് ഹൺഡ്രഡ്സ് ഓഫ് ഡേറ്റ കണക്ടേഴ്സ്. പവർ ബി ഐ സപ്പോർട്ട്സ് കണക്ടിംഗ് ടു ഫ്ലാറ്റ് ഫയൽസ്, SQL database, Azure cloud, even web platforms such as Facebook, Google Analytics and Salesforce Object, etc. പവർ ബി ഐ ഡെസ്ക്ടോപ്പിന്റെ ഗെറ്റ് ഡേറ്റ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പവർ ബി ഐ ഡെസ്ക്ടോപ്പ് നമ്മൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ള പലതരത്തിലുള്ള ഡേറ്റ കണക്ടേഴ്സ്. ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ എക്സൽ വർക്ക് ബുക്ക്, അതായത് ഫ്ലാറ്റ് ഫയൽസ് ഉണ്ട്, പവർ ബി ഐയുടെ ഡേറ്റ സെറ്റുകൾ ഉണ്ട്, പവർ ബി ഐ ഡേറ്റ ഫ്ലോസ്, ദെൻ SQL സെർവർ തന്നെ നിങ്ങൾക്ക് ക്ലൗഡ് SQL സെർവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓൺ പ്രൈം SQL സെർവർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് അനാലിസിസ് സർവീസസ് ഉണ്ട്, ടെക്സ്റ്റ് ഓർ CSV ഫയൽ ഉപയോഗിക്കാം. പിന്നെ ഇവിടെ മോർ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
എങ്ങനെയാണ് പവർ ബി ഐ ഡേറ്റ കണക്റ്റേഴ്സ് ഒരു ഫോൾഡർ സ്ട്രക്ചറിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സി, ഇവിടെ ഫയൽ ഏതെല്ലാം തരത്തിലുള്ള ഫയലിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. എക്സൽ വർക്ക് ബുക്ക്, ടെക്സ്റ്റ് CSV, XML, JSON, then PDF, ഷെയർപോയിന്റ് ഫോൾഡർ, ഇത്തരത്തിലുള്ള ഫയൽ കണക്റ്റേഴ്സ് പവർ ബി ഐ പ്രൊവൈഡ് ചെയ്യുന്നു. ഡേറ്റാബേസ് ഫോൾഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ എത്രമാത്രം ഡേറ്റാബേസസിനെയാണ് പവർ ബി ഐ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. SQL സെർവർ ഡേറ്റാബേസ്, ആക്സസ് ഡേറ്റാബേസ്, ഒറാക്കിൾ ഡേറ്റാബേസ്, സൈബേസ് ഡേറ്റാബേസ്, ടെറ ഡേറ്റാബേസ്, സാപ്പ് ഹാന ഡേറ്റാബേസ്, ആമസോൺ റെഡ്ഷിഫ്റ്റ്. So many databases പവർ ബി ഐ ഡെസ്ക്ടോപ്പ് സപ്പോർട്ട് ചെയ്യുന്നു. നോക്കൂ, അതർ ഫോൾഡർ പവർ പ്ലാറ്റ്ഫോം ഫോൾഡേഴ്സ് ഓൾസോ പവർ ബി ഐ ഡേറ്റ സെറ്റ്, പവർ ബി ഐ ഡേറ്റ ഫ്ലോസ്, കോമൺ ഡേറ്റ സർവീസ്, ഡേറ്റ വേർഡ്സ്, ഡേറ്റ ഫ്ലോസ്. പിന്നെ അഷൂർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഷൂർ ക്ലൗഡിലുള്ള ഡേറ്റാബേസസിനെ നമുക്ക് പവർ ബി ഐന്ന് കണക്ട് ചെയ്യാൻ പറ്റും. സോ അഷൂർ SQL database, Azure Synapse, then Azure Blob Storage, Azure Stable Storage, so Azure Databricks, even you can connect to Azure Databricks. So online services, SharePoint Online List, Azure DevOps, Google Analytics, LinkedIn Sales, and there are so many other options also. See, OData Feed, Hadoop File, Microsoft Exchange, OLEDB connectors, websites. So even you can also build custom connectors also when you are working with Power BI Desktop. Before we go further with Power BI, I will introduce you some data. പവർ ബി ഐയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാൻ എന്താണ് ഡേറ്റ എന്ന് കാണിച്ചു തരാം, അല്ലെ? ഒരുപക്ഷെ നിങ്ങൾ ഡേറ്റ കണ്ടിട്ടുണ്ടാവില്ല. എന്താണ് ഈ ഡേറ്റ? നമ്മൾ കുറെ നേരമായി സംസാരിക്കുന്നു ഡേറ്റ ടേൺസ് ഇൻടു വിഷ്വലൈസേഷൻ, റൈറ്റ്? സോ വാട്ട് ഈസ് ഡേറ്റ? നമ്മൾ തിയററ്റിക്കലി പറഞ്ഞു every business is generating data on a daily basis. In our example, we are going to pick a sales information, sales data of an organization, of a company. സെയിൽസ് ഡേറ്റ നോക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാണാൻ പറ്റും? അവിടെ പ്രോഡക്ട്സ് ഉണ്ടാവും, അല്ലെ? എന്താണ് വിൽക്കുന്നത്? ആ പ്രോഡക്റ്റിന്റെ കാറ്റഗറീസ് ഉണ്ടാവും, അല്ലെ? അത് ബൈക്സ് ആണോ, കോമ്പോണൻസ് ആണോ, ക്ലോത്തിങ് ആണോ, ആക്സസറീസ് ആണോ? ആ കാറ്റഗറി തന്നെ സബ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? അത് ബൈക്സ് ആണെങ്കിൽ ഏത് തരത്തിലുള്ള ബൈക്സ് ആണ്? മൗണ്ടൻ ബൈക്സ് ആണോ, റോഡ് ബൈക്ക് ആണോ, ടൂറിംഗ് ബൈക്ക് ആണോ, ഹാൻഡിൽ ബാർസ് ആണോ, അതിന്റെ ബ്രേക്ക് സെറ്റ് ആണോ, അതിന്റെ കോമ്പണൻസ് ആണോ, എന്തെല്ലാമാണെന്നുള്ള കാര്യം അതിന്റെ സബ് കാറ്റഗറി. അപ്പൊ എന്താണ് ഡേറ്റ ഉള്ളത്? പ്രോഡക്ട്സ് ഇസ് ബൈക്ക് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റിന്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ബൈക്കാണ്. അതിന്റെ സബ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ആണ്. പിന്നെ അതിന്റെ സെയിൽസ് ടെറിട്ടറി, അത് എവിടെയൊക്കെയാണ് വിൽക്കുന്നത്? അത് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, യുണൈറ്റഡ് കിങ്ഡം, ഏത് രാജ്യത്താണ് വിൽക്കുന്നത്? അപ്പൊ അതാണ് സെയിൽസിന്റെ ടെറിട്ടറി. പിന്നെ അത് ഏത് കറൻസിയിലാണ് വിൽക്കുന്നത്? ഇത് ഡോളറിലാണോ, റുപ്പീസിലാണോ, ഓസ്ട്രേലിയൻ ഡോളർ ആണോ, അല്ലെ? അങ്ങനെ കറൻസികൾ, ഏത് കറൻസിയിൽ വിൽക്കുന്നു, അതിന്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്. സോ നമ്മളൊരു ഡേറ്റയെ കാണുമ്പോൾ
ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് അല്ലേ? ഒരു പ്രോഡക്റ്റ്, അതിന്റെ കാറ്റഗറി, സബ് കാറ്റഗറി, പ്രോഡക്റ്റ് വിൽക്കുന്ന ടെറിട്ടറി, അതിന്റെ കറൻസി, പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെയിൽസ് പേഴ്സണൽസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ലോജിസ്റ്റിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ്, അഡ്വർടൈസ്മെന്റ്, ഇതെല്ലാം കൂടുന്ന റോ ഇൻഫർമേഷൻ ആണ് നമുക്ക് ഡേറ്റ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഡേറ്റ ഫയൽ പവർ ബി ഐ ലോഡ് ചെയ്ത് പവർ ക്വറിയിൽ ട്രാൻസ്ഫോം ചെയ്ത് എങ്ങനെയാണ് ഡേറ്റ മോഡലായി കൺവേർട്ട് ചെയ്യുന്നതെന്നാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please like, share and subscribe.